സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളൊരു കാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നിതാരു തിരുനാമങ്ങളെന്നവനു നല്ലു ഗതിക്കു വഴി നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 18-ാം പദ്യം. നാമസാധന എല്ലാ അദ്വൈതികളും ഒരുപോലെ നിർദ്ദേശിക്കുന്ന ഒന്നാണ് നാമസാധന. ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് ശ്രീ ശങ്കര ഭഗവത് പാദർ നിർദ്ദേശിക്കുന്നു. ബ്രൂഹി മുകുന്ദേതി രസനെ ബ്രൂഹി മുകുന്ദേതി എന്ന് ശ്രീ സദാശിവ ബ്രഹ്മേന്ദ്രർ രസനയോട് ആവശ്യപ്പെടുന്നു. അല്ലയോ നാവേ, മുകുന്ദ മുകുന്ദ എന്നുച്ചരിക്കൂ. ശ്രീ തുളസീദാസൻ തൻ്റെ രാമചരിതമാനസത്തിൽ നാമമാഹാത്മ്യം വർണ്ണിക്കാനായി എത്രയെത്ര വരികളാണ് എഴുതി ചേർത്തിരിക്കുന്നത്. എഴുത്തച്ഛൻ തന്നെ രാമായണത്തിലും ഭാരതത്തിലും നാമമാഹാത്മ്യത്തെക്കുറിച്ച് പലയിടത്തും പ്രകീർത്തിച്ചിട്ടുണ്ട്. പ്രസ്തുത ശ്ലോകത്തിലെ ഉത്തരാർദ്ധത്തിലും ആചാര്യൻ ഈ നാമമാഹാത്മ്യമാണ് പ്രകീർത്തിച്ചിരിക്കുന്നത്. പതിനെട്ടാം പദ്യം. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളൊരു കാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാര് തിരുനാമങ്ങളെന്നവന് നല്ലു ഗതിക്കു വഴി നാരായണായ നമഃ. ഉള്ളിൽ ചിത്തത്തിൽ കനത്ത ശക്തിയേറിയ മതമാത്സര്യമെന്നിവകൾ, മതം മാത്സര്യം തുടങ്ങിയ ആസുര വാസനകൾ മതം മാത്സര്യം തുടങ്ങിയ ആസുരവാസനകൾ ഉള്ളൊരു കാലമുടനെന്നാകിലും ഉള്ള സമയമാണെങ്കിൽ പോലും മനസ്സിൽ തിരുനാമങ്ങൾ ചൊല്ലുന്നതാര്, ഈശ്വരനാമങ്ങൾ ആര് ജപിക്കുന്നുവോ അവന്, ആ ഭക്തന് ഗതിക്ക് മുക്തിക്ക് നല്ല വഴി തെളിഞ്ഞു കിട്ടും. നാരായണായ നമഃ. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ചിത്തത്തിൽ ശക്തിയേറിയ മതം മാത്സര്യം തുടങ്ങിയ ആസുരവാസനകൾ ഉള്ള സമയമാണെങ്കിൽ പോലും മനസ്സിൽ സദാ ഈശ്വരനാമം ആര് ജപിക്കുന്നുവോ ആ ഭക്തന് മുക്തിക്ക് നല്ല വഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. നാരായണന് നമസ്കാരം. ചിത്തശുദ്ധി. ചിത്തത്തെ മലിനമാക്കി ആത്മാനുഭവത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവയാണ്
ആസുരവാസനകൾ. ഭഗവാൻ ഗീത 16-ാം അധ്യായത്തിൽ ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിങ്ങനെ 6 ആസുര സമ്പത്തുകളെ ഗണിച്ചിരിക്കുന്നു. എന്നെ കവിഞ്ഞൊരു ധർമ്മിഷ്ഠനില്ല എന്ന ഭാവമാണ് ദംഭം. ധനത്തിലും ബന്ധുബലത്തിലുമുള്ള അഭിമാനമാണ് ദർപ്പം. ഞാൻ എല്ലാരാലും ആദരിക്കപ്പെടേണ്ടവനാണെന്ന ഭാവമാണ് അഭിമാനം. മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുന്നതാണ് പാരുഷ്യം. ഒന്നും അറിഞ്ഞുകൂടെങ്കിലും എന്നേക്കാൾ അറിവുള്ളവനില്ല എന്ന് ഭാവിക്കുന്നതാണ് അജ്ഞാനം. ഈ ആസുരവാസനകളെ കൂടാതെ ശാസ്ത്രഗ്രന്ഥങ്ങൾ അഷ്ടരാഗങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. രാഗം, ദ്വേഷം, കാമം, ക്രോധം, മാത്സര്യം, മോഹം, ലോഭം, മദം ഇവയാണ് 8 രാഗങ്ങൾ. ഈ ആസുര സമ്പത്തുകളെയെല്ലാം സംഗ്രഹിച്ചുകൊണ്ടാണ് ആചാര്യൻ മദമാത്സര്യം എന്നിവകൾ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. മനുഷ്യഹൃദയം സ്വതേ തന്നെ ദൈവീ സമ്പത്തുകളുടെയും ആസുരീ സമ്പത്തുകളുടെയും ഇരിപ്പിടമാണ്. ഭയമില്ലായ്മ, നിഷ്കളങ്കത, സത്യബോധം, ദാനം, അടക്കം, ദേവതാരാധന, ശാസ്ത്രപഠനം, ഏകാഗ്രത, നേർമാർഗം, അഹിംസ, സത്യം, കോപമില്ലായ്മ, ത്യാഗം, ശാന്തി, ലോഭമില്ലായ്മ, ദയ, കൊതിയില്ലായ്മ, മൃദുത്വം, വിനയം, ഇളക്കമില്ലായ്മ, തേജസ്, ക്ഷമ, ധൈര്യം, ശുചിത്വം, ദ്രോഹചിന്തയില്ലായ്മ, ദുരഭിമാനമില്ലായ്മ ഇവയൊക്കെയാണ് ദൈവീ സമ്പത്തുകൾ. ആസുരി സമ്പത്തുകൾ ബന്ധകാരണങ്ങളും ദൈവീ സമ്പത്തുകൾ മോക്ഷകാരണങ്ങളുമാണ്. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരമെന്ന മോക്ഷം കാക്ഷിക്കുന്നയാൾ ആസുരീ സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവീ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ്. പൗരുഷത്തോടെ സത്യജിജ്ഞാസു ഇതിനായി യത്നിക്കണം. എന്നാൽ പൗരുഷം കൊണ്ട് മാത്രം ഇത് സാധ്യമാവില്ല. പൗരുഷത്തോടൊപ്പം ഈശ്വരകാരുണ്യവും നേടണം. ഈശ്വരകാരുണ്യം നേടാനുള്ള എളുപ്പമാർഗമാണ് സങ്കല്പങ്ങൾ കൊണ്ട് ഇളകി മറിയുന്ന മനസ്സിൽ സദാ ഈശ്വരനാമം സ്മരിക്കുക. ഭഗവൻ നാമം എപ്പോഴും നാവുകൊണ്ട് ഉറക്കെ ഉച്ചരിക്കണമെന്നില്ല. മതമത്സര്യാദി ആസുര സങ്കല്പങ്ങൾ മനസ്സിൽ തലപൊക്കുമ്പോൾ ഉടൻ തന്നെ ഭഗവൻ നാമം മനസ്സിൽ സ്മരിച്ചുച്ചരിച്ച് അവയെ അകറ്റാൻ യത്നിക്കുക. മനസ്സി ചൊല്ലുന്നതാര് തിരുനാമങ്ങൾ എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഈ അഭ്യാസക്രമം വെളിവാക്കാനാണ്. ജീവിതത്തിൽ ഇത് നിരന്തരം അഭ്യസിക്കുമെങ്കിൽ ചിത്തം ഈശ്വരസ്മരണയിൽ ഉറയ്ക്കുകയും ആസുരീ സമ്പന്നന് ദൈവീ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതോടെ മോക്ഷമാർഗവും തെളിയും. ഇക്കാര്യമാണ് നല്ലൂഗതിക്ക് വഴി എന്ന ഭാഗം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. പലരും സത്യാന്വേഷണവും ഈശ്വരഭജനവും അത്യന്തം ക്ലേശകരമാണെന്ന് കരുതാറുണ്ട്. ശരീരത്തെ പലതരത്തിലും ക്ലേശിപ്പിച്ചും വളരെയധികം പണം ചെലവഴിച്ചും ചിലർ ഈശ്വരഭജനം നടത്താറുണ്ട്. ഭജനത്തിൻ്റെ രഹസ്യമറിയുന്നവർക്ക് ഈ ക്ലേശത്തിൻ്റെയൊന്നും കാര്യമില്ല. ചിത്തശുദ്ധിയാണ് ഈശ്വരഭജനത്തിൻ്റെ പ്രധാന പ്രയോജനം. ഭഗവൻ നാമങ്ങൾ സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അനായാസമായി അത് നേടാമെന്നിരിക്കെ ജനങ്ങൾ എന്തുകൊണ്ട് ലളിതമായ ഈ വഴി പിന്തുടരുന്നില്ല എന്നാണ് ആചാര്യൻ അടുത്ത ശ്ലോകത്തിൽ സംശയിച്ചിരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ